ഹായ് ഫ്രണ്ട്സ്, കൊച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ രണ്ട് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ചിക്കൻ കറിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ ഞങ്ങളുടെ തറവാട് വീട്. ഇതുവരെയായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, അപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം വീടിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പിയും വീടും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാനൊരു ചെറിയ സ്പൂണ് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ അല്പം കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് പണിയും കൂടെ കേട്ടോ. നമുക്ക് ഇതിനുള്ള മസാല ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ജാതിപത്രി, കറുവാപ്പട്ട, ഏലക്ക, അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇടാം. ഞാൻ 2 ഏലക്കയാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഗ്രാമ്പൂ, ചെറിയ ജീരകം, പെരുംജീരകം, അതൊരു 1.25 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഇത് ചൂടാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ കരിഞ്ഞു പോകാതെ ചൂടാക്കി മാത്രം എടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. ഏകദേശമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്ര അരഞ്ഞാൽ മതി. ഇനി നമുക്കൊരു പാന് അടുപ്പിൽ വെക്കാം. ഞാനിവിടെ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. സവാള, ഞാനൊരു 4 സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അതിനായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴണ്ടി വരാനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ചേർത്തിരിക്കുന്നുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഉപ്പിടാൻ. ഇനി ഇത് നല്ലപോലെ വഴണ്ടി കിട്ടണം. ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഏകദേശം നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനിയും ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ചാണ് ചിക്കനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ
ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനൊരു ടേസ്റ്റ് വേണ്ടി ചേർക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതായത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ അതൊന്ന് ചൂടാക്കിയെടുക്കാം. പൊടികളുടെ ആ പച്ചമണം ഒന്ന് മാറി കിട്ടുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇച്ചിരി കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇതാ ഞാൻ ഒരു 2 സ്പൂൺ തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് സ്വല്പം വെള്ളവും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇത്രയും വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ല കുറിയ ചാറോടുകൂടി നമുക്ക് നല്ലൊരു ചിക്കൻ കറി കിട്ടുന്നതാണ്. തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.